നേരം വെളുത്തപ്പോൾ തന്നെ അതിഗംഭീരമായ മഴ കുറച്ചു നേരം ആസ്വദിച്ചുകൊണ്ട് നിന്ന് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കാണണേ. ഇന്നത്തെ രാവിലത്തെ ദിവസം എന്ന് പറയുന്നത് നല്ല ഗംഭീരമായ മഴയായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എവിടെ ചെയ്യണമെന്നൊന്നും അറിയാൻ വയ്യായിരുന്നു. എങ്കിലും ഇന്ന് നമുക്ക് സ്കൂളിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകണം. അതുകൊണ്ട് നമുക്ക് രാവിലത്തെ പണികളിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ രാവിലെ കുറച്ച് കാപ്പിയുടെ പരിപാടി മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി രാത്രിത്തെ കറികളെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് രാവിലെ ഉച്ചക്കത്തേക്കുള്ള ആഹാരങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ട് രാവിലെ ഞാൻ വിചാരിച്ചു എളുപ്പത്തിന് കുറച്ച് പുട്ടും പുഴുങ്ങി, പഴം ഇരിപ്പുണ്ട്, കുറച്ച് പുട്ട് പുഴുങ്ങി അങ്ങ് കാര്യങ്ങൾ സാധിക്കാം. അപ്പോൾ രാവിലെ ഏറ്റവും എളുപ്പ പരിപാടിയാണല്ലോ എല്ലാവർക്കും എളുപ്പ പരിപാടികളോടാണ് താല്പര്യം. അപ്പോൾ രാവിലെ പുട്ടാകുമ്പോൾ നമുക്ക് എല്ലാം കഴിയുമല്ലോ. രാവിലെ അരി ഉടപ്പിയിട്ട് തുണിയും കഴുകിയിട്ട് വന്ന് കുളിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ കയറിയത്. അപ്പോൾ പിന്നെ ജോലി എളുപ്പമായി. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പുട്ടിനുള്ള പരിപാടി നോക്കി. പുട്ട് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ അതിനു മുമ്പ് ആഹാരം കഴിച്ചിട്ട് ഉടനെ തന്നെ നമുക്ക് ഇറങ്ങിയാലേ കാര്യങ്ങൾ നടക്കൂ. ഭയങ്കര ഗംഭീര മഴയായതുകൊണ്ട് തന്നെ മഴയുടെ ഒരു തക്കം നോക്കി തന്നെ നമുക്ക് കടയിൽ പോയിട്ട് തിരിച്ചു വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പുട്ടും പുഴുങ്ങി അത് കഴിക്കാനും ഇരുന്നു. അപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റ് വന്നിട്ടില്ല. അവരെ ഇനി വിളിച്ചുണർത്തി അവരെ ട്യൂഷന് വിടണം. ട്യൂഷന് കൊണ്ടാക്കിയതിന് ശേഷം നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് ഫസ്റ്റ് പോയത്. വീട്ടിൽ പോയതിന് ശേഷം വന്ന് ഞാനും എൻ്റെ ചേച്ചിയും കൂടിയാണ് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന് കുറച്ച് നേരം അവിടെ തന്നെ നിന്ന് പോസ്റ്റാൻ വേണ്ടി വന്നു. അതിനുശേഷം നമുക്ക് കിട്ടിയത് ഒരു KSRTC ബസ്, കൊല്ലത്തേക്കുള്ള KSRTC ബസ്സിൽ കയറിയാണ് നമ്മൾ പോകുന്നത്. അവിടെ വണ്ടിയിൽ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ കൊല്ലത്തേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇത് ചിന്നക്കട ഫുട്പാത്തിലൂടെയാണ്. ഞാൻ കുറച്ച് വീഡിയോസുകളെ ഞാൻ എല്ലാത്തിലും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം. എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു എല്ലായിടവും. ഒന്നും മഴയും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇത് ചിന്നക്കട ഫുട്പാത്തിലൂടെ നടന്ന് നമുക്ക് നേരെ ബിഗ് ബസാർ എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെറിയ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. 5 ബുക്ക് എടുത്താൽ 5 ബുക്ക് ഫ്രീ എന്ന രീതിയിൽ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഒന്ന് പോകാമെന്ന് കരുതിയാണ് അവിടെ ഇറങ്ങിയത്. അപ്പോൾ നേരെ നമ്മൾ ബിഗ് ബസാറിൽ ചെന്നപ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ അവിടെ നിന്ന് തിരിയാൻ വയ്യാത്ത തിരക്ക്. അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം എടുക്കണമെങ്കിൽ തന്നെയും ഇത് ഏതാണ് എടുക്കേണ്ടത് എന്നറിയാനും ഒന്നിനും അവിടെ ഒരു സ്റ്റാഫും ഇല്ലായിരുന്നു. അപ്പം നമ്മളിതെല്ലാം നോക്കി നുള്ളിപ്പറക്കി കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളത്തിൽ ഒത്തോണമുള്ള വീഡിയോകളൊന്നും ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് വീഡിയോ എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ അവസ്ഥ കണ്ടപ്പോഴേ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും ഒട്ടും വിചാരിച്ചില്ല. അതുകൊണ്ട് കുറച്ച് ഇതേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം വേണ്ട നമുക്ക് ഒരുപാട് ബുക്കുകൾ വേണമായിരുന്നു. ആ ബുക്കുകളെല്ലാം വാങ്ങിക്കണം. ഞങ്ങൾ ഏകദേശം ഒരു 11:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 11:30-12 മണിയോടെ ആയിരുന്നു. ആ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ അങ്ങനെ സാധനങ്ങളെല്ലാം ഒരുവിധം ആക്കി. ഞങ്ങൾ 1 മണിക്ക് അതിനകത്ത് കയറിയത്. ഞങ്ങൾ 3 മണിക്ക് 2:45 അതിനകത്തായിരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പറക്കി കെട്ടി നമ്മളിനി തിരിച്ച് പോകാനുള്ള ഇതിലാണ്. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞു. അപ്പം നല്ലതായിട്ട് വിശന്നപ്പോൾ നമ്മൾ കുണ്ടറ ആശുപത്രി മുക്കിൽ അടുക്കള റെസ്റ്റോറൻറ്റിൽ കയറി നമ്മളവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ചേട്ടൻ പൊറോട്ടയും ബീഫ് റോസ്റ്റുമായിരുന്നു. ഞങ്ങൾ മന്തിയാണ് പറഞ്ഞത്, ചിക്കൻ മന്തിയാണ് പറഞ്ഞത്. ഞാൻ ഇന്നുവരെ ചിക്കൻ മന്തി കഴിച്ചിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ഈ മന്തി കഴിക്കുകയാണ് ഞാൻ. അപ്പോൾ എനിക്കങ്ങനെ വലുതായിട്ടെന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മുഖം കാണുമ്പോഴേ അറിയാമല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 3:30 മണി സമയമായി. ഒട്ടും നല്ല രീതിയിൽ വിശപ്പുള്ള ഒരു സമയം. ആ സമയത്ത് നമുക്ക് എത്രയെന്ന് വെച്ചാലും കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആഹാരം കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയെങ്കിലും അതൊരുവിധം തീർത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ചിക്കൻ മന്തിയായിരുന്നു. എന്തോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, എനിക്കിതിൻ്റെ ടേസ്റ്റ് അറിയില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ
ആ റെസ്റ്റോറൻറ്റിലെ ഈ ഒരു മന്തി ഇഷ്ടപ്പെട്ടില്ല എനിക്കെന്നല്ല എൻ്റെ ചേച്ചിക്കും ചേട്ടനും ഇഷ്ടപ്പെട്ടില്ല. അവർ മന്തി കഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്കും വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള മന്തി ഞാനിവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇതാണോ അതിൻ്റെ ടേസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. നല്ല മന്തി കൊല്ലത്ത് എവിടെ കിട്ടുമെന്നുള്ളത് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ യഥാർത്ഥ മന്തിയുടെ ടേസ്റ്റ് എന്തോന്ന് എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും ആ വഴി കറങ്ങുമ്പോൾ അവിടെ കയറി മന്തി കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ആർക്കെങ്കിലും ബെസ്റ്റ് ലൊക്കേഷൻ അറിയാമെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ എന്തായാലും ഈ മന്തി കൊള്ളത്തില്ല. ഞാൻ അത് ഇങ്ങനെ മയോണൈസ് ഒഴിച്ച് കഴിക്കാൻ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ഒഴിച്ചതാണ്. അതും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ 2-3 കടകളിലൊക്കെ കയറാനുണ്ടായിരുന്നു. എല്ലാം കയറി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നമ്മൾ ജംഗ്ഷനിൽ നിന്ന് ഇച്ചിരി നടന്നു പോകണം. അപ്പോൾ അത് കാരണം നടക്കുന്ന വഴിയെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ അവിടെ പോയപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പം മേടിച്ചത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് കിട്ടി. അത്യാവശ്യം നല്ല എല്ലാ സാധനവും ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ചിരിച്ച് എല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.